നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മാതാവിന്റെ കൺമുന്നിൽ മകൾ കാറിടിച്ചു മരിച്ചു. കൂറ്റനാട് ചാലിശ്ശേരി റോഡിൽ ന്യൂ ബസാർ സ്റ്റോപ്പിലായിരുന്നു ദാരുണ സംഭവം. കൂറ്റനാട് വലിയ പള്ളി കാരാത്തുപടി ബാലന്റെ മകൾ ശ്രീപ്രിയയാണ് മരിച്ചത്. 19 വയസ്സാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. ചാലിശ്ശേരി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തെ വീട്ടിലേക്ക് വരികയായിരുന്നു ശ്രീപ്രിയ. മകൾ ബസ്സിറങ്ങുന്നതും നോക്കി ശ്രീപ്രിയയുടെ അമ്മ ന്യൂ ബസാർ സ്റ്റോപ്പിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ മകൾ ന്യൂ ബസാർ സ്റ്റോപ്പിൽ ഇറങ്ങുകയും എതിർവശത്ത് കാത്തുനിൽക്കുന്ന അമ്മക്കരികിലേക്കെത്താൻ റോഡ് മുറിച്ചു കടക്കുകയുമായിരുന്നു. റോഡിന്റെ പകുതി ഭാഗം മുറിച്ചു കടന്ന ശ്രീപ്രിയയെ കൂറ്റനാട് ഭാഗത്തുനിന്നും വരികയായിരുന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡരികിലേക്ക് തെറിച്ചു വീണ ശ്രീപ്രിയയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഹന അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ CCTV ന്യൂസിന് ലഭിച്ചു. പെൺകുട്ടി ന്യൂ ബസാർ സ്റ്റോപ്പിൽ ബസ്സിറങ്ങുന്നതും റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. CCTV ന്യൂസ് തൃത്താല. കൂറ്റനാട് കൂട്ടുപാതയ്ക്ക് സമീപം കട്ടിൽ മാടത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. വാവന്നൂർ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോയിലേക്ക് പട്ടാമ്പി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാർ ഡ്രൈവർക്കും ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 3 പേരുൾപ്പെടെ 4 പേർക്കും പരിക്കേറ്റു. ഇതിൽ ഓട്ടോ ഡ്രൈവർ വാവന്നൂർ സ്വദേശി സുബ്രഹ്മണ്യന് ഗുരുതര പരിക്കുണ്ട്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി. മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു. നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണം എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് കൂട്ടരാജിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ് നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു. ചൊവ്വാഴ്ച നടത്താനിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിവരം വന്നത്. മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടുമാണ് യോഗം മാറ്റിവെച്ചത്. പുതിയ തീയതി ഉടൻ അറിയിക്കാമെന്ന് അമ്മ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. അതിനിടയിലാണ് കൂട്ടരാജിയുണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. നടി മിനു മുനീർ പേര് പരാമർശിച്ച മുകേഷ് MLA രാജിവെക്കേണ്ടേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് രോഷത്തോടെയാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും. വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ്. ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. ഇല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതിയിൽ കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട്. കോടതി തീരുമാനിക്കും. ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല, സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്.
സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതിയെടുക്കും, എടുത്തോട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. CCTV ന്യൂസ്, കേച്ചേരി. തൃത്താല ഗവൺമെന്റ് ആശുപത്രിക്ക് പുതിയ കെട്ടിടം. 12 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. തൃത്താല ഗവൺമെന്റ് ആശുപത്രി ഏറെക്കാലമായി ശോചനീയാവസ്ഥയിലാണ്. ഇതിന് പരിഹാരമായാണ് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2022-23 വർഷത്തിൽ സംസ്ഥാന ബജറ്റിൽ 12.5 കോടി രൂപ പുതിയ കെട്ടിടത്തിനായി അനുവദിച്ചിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ പല കാരണങ്ങളാലും നീണ്ടു. സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. വലിയ തോതിലുള്ള വികസന പ്രവർത്തനമാണ് തൃത്താലയിൽ നടത്തിവരുന്നതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. മന്ത്രി MP രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തൃത്താല മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കോടികൾ അനുവദിച്ചു എന്ന് പറഞ്ഞ് തള്ളി അതവിടെ പോയി പറഞ്ഞ പറ്റിക്കലാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിധി എഴുതി. ഞാനിതെല്ലാം കണ്ടു തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചും കൂടി പറയട്ടെ എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തില്ല. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അങ്ങനെ ചിന്തിച്ചു പോയത്. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പലതും നടക്കും എന്ന് ഇനി അവർ തിരിച്ചറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൃത്താലയിൽ അനുവദിച്ച നഴ്സിംഗ് കോളേജിൽ ഈ വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന, പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, മറ്റ് ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി ആമയൂരിൽ ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ സ്വകാര്യ ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക് പറ്റി. മിനി ലോറിയിലുണ്ടായിരുന്ന മലപ്പുറം കോട്ടക്കൽ സ്വദേശികളായ അൻഷിദ്, ഷിബി എന്നിവർക്കും ബസ് യാത്രക്കാരായ കൊപ്പ സ്വദേശി നാരായണൻ, കാവശ്ശേരി സ്വദേശി രജിത എന്നിവർക്കുമാണ് പരിക്ക് പറ്റിയത്. ഇവരെ പട്ടാമ്പിയിലെ നിള ആശുപത്രിയിലും സേവന ആശുപത്രിയുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. വളാഞ്ചേരി ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും പട്ടാമ്പി ഭാഗത്തു നിന്നും കൊപ്പം ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ആമയൂർ MES കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട മിനി ലോറി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡ് നവീകരണത്തിനൊരുങ്ങുന്നു. 1 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ബുധനാഴ്ച നടക്കും. പട്ടാമ്പി തൃത്താല മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന്റെ നവീകരണത്തിനാണ് ഇപ്പോൾ നടപടികളായിരിക്കുന്നത്. തൃത്താല MLA ആയിരുന്ന ഈ ശങ്കരന്റെ MLA ഫണ്ടിൽ നിന്നും ഫണ്ട് വിനിയോഗിച്ചായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയ്ക്ക് തുടക്കം കുറിച്ചത്. പട്ടാമ്പിയിൽ നിന്നും പള്ളിപ്പുറത്തേക്ക് 2 റെയിൽവേ ഗേറ്റുകൾ കടക്കാതെ പോകുവാനുള്ള എളുപ്പമാർഗം കൂടിയായിരുന്നു ഈ പാത. ഏറെക്കാലമായി പാതയിൽ കാര്യമായ നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കാതെ കിടക്കുകയായിരുന്നു. തൃത്താല MLAയും മന്ത്രിയുമായ MP രാജേഷിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് ഇപ്പോൾ മത്സ്യവകുപ്പ് 1 കോടി രൂപ റോഡിന്റെ നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പ് തീരദേശ പ്രദേശങ്ങളിലെ റോഡുകൾ നവീകരണത്തിനായി നൽകുന്ന ഫണ്ടാണ് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന് അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നാളെ തുടക്കം കുറിക്കും. നാളെ രാവിലെ 11 മണിക്ക് പാലത്തറ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ
മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. മന്ത്രി എം വി രാജേഷ് അധ്യക്ഷത വഹിക്കും. ഇതിന് പുറമെ വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുവാൻ വേണ്ടി റോഡ് വെട്ടിമുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നവീകരണവും നടപ്പാക്കുന്നുണ്ട്. 1.5 കോടി രൂപയാണ് ഇതിനായി പാതയിൽ അനുവദിച്ചിട്ടുള്ളത്. പ്രശസ്ത ചിത്രകാരനും ശില്പിയും ചിത്രകലാ അധ്യാപകനുമായിരുന്ന ആർട്ടിസ്റ്റ് ഗണപതിയുടെ ഓർമ്മയ്ക്കായി ശിഷ്യരുടെ കലാകൂട്ടായ്മയായ ഗണപത് ഏർപ്പെടുത്തിയ ഗണപത് ചിത്രകലാ പുരസ്കാരം പ്രശസ്ത ചിത്രകാരൻ മദനന് സമ്മാനിക്കും. കേരളീയ ചിത്രകലയ്ക്ക് മദനൻ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. 10,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദീർഘകാലം പെരിങ്ങോട് ഹൈസ്കൂളിൽ ചിത്രകലാ അധ്യാപകനായിരുന്ന ഗണപതി മാഷ് കുട്ടികളെ ചിത്രകല പഠിപ്പിക്കുക മാത്രമല്ല, ഒരു കാലഘട്ടത്തിലെ ദൃശ്യകലകളിൽ സക്രിയമായി ഇടപെടുകയും ശില്പകലകളിൽ പുതിയ അവബോധം സൃഷ്ടിക്കുകയും ചെയ്ത കലാപ്രതിഭ കൂടിയാണ്. ലാഭേച്ഛ കൂടാതെ ആയിരക്കണക്കിന് ശിഷ്യരെ കലാരംഗത്തേക്ക് ആനയിക്കുകയും ചെയ്തു അദ്ദേഹം. 28-ന് പെരിങ്ങോട് യൂത്ത് ലൈബ്രറി അങ്കണത്തിൽ നടക്കുന്ന ഗണപതി മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് മദനന് പുരസ്കാരം സമ്മാനിക്കും. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗുരുവായൂർ ചുമർചിത്ര പഠനകേന്ദ്രം റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.യു. കൃഷ്ണകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. കുട്ടികൾക്കായി നടത്തിയ അഖില കേരള പെയിന്റിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. റജീന വിതരണം ചെയ്യും. രാവിലെ മുതൽ നടക്കുന്ന ചിത്രപ്രദർശനം പ്രശസ്ത ചിത്രകാരൻ അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഗണപത് പ്രസിഡന്റ് വേണു പാലൂർ അധ്യക്ഷത വഹിക്കും. ബസന്ത് പെരിങ്ങോട്, മണികണ്ഠൻ പുന്നക്കൽ, ശശി കോതച്ചിറ എന്നിവർ സംസാരിക്കും. സമാപന സമ്മേളനത്തിൽ പെരിങ്ങോട് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീകല, പി വിനീത, കെ എം സലിം, ടി വി ഉണ്ണികൃഷ്ണൻ, വി രാമചന്ദ്രൻ, എ സേതുമാധവൻ, ടി രാജീവ്, കെ ബി സുധീർ, രവി കട്ടശ്ശേരി, എൻ സേതുമാധവൻ, വിനോദ് മാധവൻ, ഭവദാസൻ പെരുമ്പിള്ളി, അജയൻ കൂറ്റനാട്, രേവതി വേണു, വി എം ബഷീർ എന്നിവർ സംസാരിക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്. തളി, കടുകശ്ശേരി, പിലാക്കാട്, നടുവട്ടം പ്രദേശങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. പിലാക്കാട് കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം, കടുകശ്ശേരി മഹാദേവ ക്ഷേത്രം, നടുവട്ടം തേവർ ഇരുത്തിപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിലും അഷ്ടമി രോഹിണി ആഘോഷം വർണ്ണാഭമായി. വിരുട്ടാണം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര തളി മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു. കൃഷ്ണവേഷധാരികളും ഗോപികമാരും വീഥികളെ മനോഹരമാക്കി. തുടർന്ന് ഉറിയടി മത്സരവും മധുരവിതരണവും ഉണ്ടായി. കുചേലിന് നിവേദിച്ച അവിൽ ഭക്തർക്ക് വിതരണം ചെയ്തു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ പുതിയ ബസ് റൂട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ജനകീയ സദസ്സ് നടത്തിയത്. എല്ലായിടത്തും സാധ്യമാകുന്ന പൊതുഗതാഗതം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗതാഗത വകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ സദസ്സിന്റെ ഭാഗമായാണ് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ പട്ടാമ്പി നിയോജകമണ്ഡല ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. അറിയാം, നമ്മുടെ ഭൂപ്രദേശങ്ങളിൽ ഇപ്പോഴും ബസ് റൂട്ടുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് വള്ളൂർ ഭാഗത്ത് നിന്ന് ഒരു ബസ് റൂട്ട് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് അനുഭവിക്കുക. അപ്പൊ അവിടെയൊക്കെ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് ആളുകൾ ഇപ്പോൾ 80 രൂപ കൊടുത്തുകൊണ്ടാണ് പട്ടാമ്പിയിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെയൊക്കെ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ജനങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ KSRTC സ്റ്റോപ്പുകൾ നമുക്കിപ്പോൾ സ്റ്റാൻഡ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കിയതിന്റെ ആ ഭാഗത്തൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് നിർത്തുന്നൊക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോപ്പുകളൊക്കെ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് സദസ്സിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള യാത്രാ സൗകര്യത്തെക്കുറിച്ചും ചർച്ച നടന്നു. തൃശൂർ പെരുമണ്ണ ഭാഗത്തേക്ക് സർവീസുകൾ വേണമെന്നാണ് പലരും മുന്നോട്ട് വെച്ചത്. കൂടാതെ നിർത്തലാക്കിയ KSRTC ബസ്സുകൾ പുനരാരംഭിക്കണമെന്നും രാത്രികാല സർവീസുകൾ വേണമെന്നും ആവശ്യമുണ്ടായി. തൃശ്ശൂരിലേക്ക് രാവിലെ 6:45 വന്ന് തിരിച്ചു 9 മണിക്ക് തിരിച്ചു പെരിന്തൽമണ്ണയിലേക്ക് പോകും. പെരിന്തൽമണ്ണയിൽ നിന്ന് അത് ഉച്ചക്ക് 11 മണിക്ക് തിരിച്ച് വൈകിട്ട് പെരിന്തൽമണ്ണയിലേക്ക് പോയിരുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പൊ കൊറോണയ്ക്ക് ശേഷം MLA മിനിസ്റ്ററോടെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ബസ് പുനഃസ്ഥാപിക്കുകയുണ്ടായി. ബസ് ചുരുങ്ങിയത് 1 മാസത്തോളം മാത്രമാണ് ഓടിയിട്ടുള്ളത്. അപ്പൊ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ് 6000 രൂപയെങ്കിലും ദിവസം അവർക്ക് ഡീസലിന്റെ ചെലവ് വരും. അത് ചെലവ് അവർക്ക് കിട്ടുന്നില്ല എന്നതാണ്. RTA ബോർഡിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അപേക്ഷകൾ പരിഹരിക്കുന്നതിൽ കാലതാമസമുണ്ടെന്നും ബസ് ഉടമ പ്രതിനിധികളും പരാതിപ്പെട്ടു. മാസത്തിൽ 1-2 ദിവസം പൊതുഗതാഗതത്തിന് നീക്കിവെക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായി.
ഓട്ടോറിക്ഷക്കാരുടെ ബുദ്ധിമുട്ടുകളുണ്ട്. വണ്ടി ഓടണമെങ്കിൽ ആ വണ്ടി ഓടുമ്പോൾ അതിന്റെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ബസ് ഓണർക്കും എന്തെങ്കിലും കിട്ടണമല്ലോ, അത് ജീവിക്കേണ്ടത്. ഇതൊക്കെ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടും പ്രയാസമുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിലേക്ക് ഇത്തരം വാഹനങ്ങൾ ആവശ്യമാണ്. ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിലെ മുതല പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന് ഈ ഗവൺമെന്റ് ആശുപത്രി പറയോടെ പോകുന്ന ആലിക്കപ്പുറത്ത് പൂപ്പാട്ടൂർ പ്രദേശം ഒരു ഓട്ടോറിക്ഷ എടുക്കണമെങ്കിൽ 100-100 രൂപ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ജോയിന്റ് RTO KA രാജു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബ്രൈറ്റി ഇമ്മാനുവൽ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ദേശമംഗലം തലശ്ശേരി ASA ബനാത്ത് യത്തീംഖാനയുടെ നേതൃത്വത്തിൽ യത്തീംഖാനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചവരെ അനുസ്മരിക്കുന്നതിനായി സമ്മേളനം സംഘടിപ്പിച്ചു. യത്തീംഖാന കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേന്ദ്ര മുശാഫറ അംഗം AB ഇസ്മയിൽ മുസ്ലിയാർ കുമരനെല്ലൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. SYS സംസ്ഥാന സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അനുസ്മരണ പ്രഭാഷണവും സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. MSA വർക്കിംഗ് പ്രസിഡന്റ് ഹാജി PT തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മാനേജർ TP ഹംസ, MP അബ്ദുള്ള കോയ തങ്ങൾ, സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, മുഹമ്മദ് കൂറ്റനാട്, TA ഏദിൻ കുട്ടി ഹാജി, റസാഖ്, മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു, അവരെ രക്ഷപ്പെടുത്തുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പട്ടിണി കിടക്കുന്നവരെ ആ പട്ടിണിയിൽ നിന്ന് എങ്ങനെ അവർ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന കാര്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. അപഹിതങ്ങളും പിതാവും ശാബ്ദങ്ങളും മറ്റ് മഹാന്മാരൊക്കെ കാണിച്ചു തന്നതാണ്. ആ നല്ല ശീലങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുക, അതിനെ വീണ്ടും വീണ്ടും പുനർവായന ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം സദസ്സുകളുടെ പ്രസക്തി. അത് തന്നെയാണ് ഇപ്പോൾ ഓണപ്പള്ളി സഹോദരരുടെ സംസാരത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.